ഹായ് ഓൾ നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ചോദിക്കുന്ന പോലെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിൻ്റെ പഠിത്തമൊക്കെ എവിടെ വരെയായി? അപ്പം ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ലേണിംഗ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഫ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ട്, അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ സുബിൻ. അറിയാലോ നമ്മളുടെ ടോപ്പിക് എന്താണ്? റീസണിംഗ് ആണ്. അപ്പം ഇന്ന് റീസണിങ്ങിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ എളുപ്പമാണ്. എല്ലാം എളുപ്പമാണല്ലേ? എളുപ്പമാണോ? ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എല്ലാം എളുപ്പമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. അപ്പം അധികം വളച്ചുകെട്ട് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് തന്നെ പോവാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഡിംഗ് ഡീകോഡിംഗ് ആണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, കോഡിംഗ് ഡീകോഡിംഗ് ആയതുകൊണ്ട് തന്നെ മറ്റു ക്ലാസ്സുകളിലെ അല്ലെങ്കിൽ മറ്റു കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ ആയിട്ട് കരുതരുത്. ഇപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊരു ബുക്ക് കയ്യിൽ കരുതുക, അതേപോലെ തന്നെ ഒരു പേന അല്ലെങ്കിൽ പേപ്പറോ പേനയെങ്കിലും കയ്യിൽ കരുതുക കേട്ടോ. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തു പോയാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു, ആൽഫബറ്റ്സ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് എത്തിച്ചു തരുമെന്നല്ലേ. അപ്പോൾ അത് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒരു ടേബിള് വരച്ച് വെക്കുകയും ആ ടേബിളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്നുള്ള കാര്യം ഓടിച്ചങ്ങ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം ആൽഫബറ്റ്സ് എന്ന് പറയുന്ന കാര്യം കണ്ടല്ലോ. ഇതിനകത്ത് ഏറ്റവും മുകളിൽ എന്താണ്, കുറച്ച് നമ്പർ 1 മുതൽ 13 വരെ ഉണ്ട്. തൊട്ട് താഴെ 1 മുതൽ എ മുതൽ എം വരെയും അതിൻ്റെ താഴെ എൻ മുതൽ ഇസഡ് വരെ തിരിച്ചും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ എന്താണ് 26 വരെ, 14 മുതൽ 26 വരെയുള്ള കാര്യങ്ങൾ അതായത് ലെറ്റേഴ്സും എഴുതിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ടേബിൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിരിക്കുക. കാരണം ഇത് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഇനി ഇതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ പൊസിഷനും റിവേഴ്സ് പൊസിഷനും ഓപ്പോസിറ്റും എളുപ്പത്തിന് മനസ്സിലാക്കാം. ഇത് നമ്മുടെ നമുക്കറിയാമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇപ്പം നോക്കിയുടെ എയുടെ തൊട്ടടുത്ത്, ബിയുടെ തൊട്ടടുത്ത്, സിയുടെ തൊട്ടടുത്ത്, അതായത് തൊട്ട് മുകളിൽ, അല്ലെങ്കിൽ നോക്കിയ എന്നിൻ്റെ തൊട്ട് താഴെ, എസിൻ്റെ തൊട്ട് താഴെ, യുവിൻ്റെ തൊട്ട് താഴെ. അപ്പോൾ ഒരു ലെറ്ററിൻ്റെ തൊട്ടടുത്ത് ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ എന്താണ്, നോർമൽ പൊസിഷനാണ്. അതായത് സാധാരണ നമ്മൾ എഴുതുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ A1, B2, C3 എന്നൊക്കെ പറയുന്ന കേസിൽ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒന്നുകിൽ ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും മേളിൽ, തൊട്ടടുത്തല്ല എന്ന് മാത്രം ഓർത്ത് വെച്ചിരിക്കുക. ഒന്നുകിൽ ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും മേളിൽ, അതായത് H19 ആണ് അല്ലേ. അതേപോലെ തന്നെ 6, 9, ഏറ്റവും മുകളിൽ 9 കിടക്കുന്നില്ലേ. അപ്പോൾ ഈ ഒരു സംഭവം എന്താണ്, ഈ ലെറ്റേഴ്സിന്റെ റിവേഴ്സ് പൊസിഷനാണ്. ഏതാണ്? ലെറ്റേഴ്സിന്റെ റിവേഴ്സ് പൊസിഷൻ മനസ്സിലാക്കുക. ലെറ്റേഴ്സിന്റെ എന്താണ് റിവേഴ്സ് പൊസിഷൻ? റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇസഡ് മുതൽ നമ്മൾ എണ്ണുമ്പോഴത്തെ കേസാണ്. ഇത് കൂടാതെ തന്നെ ഒരു ലെറ്ററിന്റെ മുകളിൽ അല്ലെങ്കിൽ താഴെ, ഒരു ലെറ്ററിന്റെ മുകളിൽ അല്ലെങ്കിൽ താഴെ മറ്റൊരു ലെറ്റർ ഉണ്ട്. ഇതിനെ നമുക്ക് ഏതെന്നും വിളിക്കാം, ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എന്നും വിളിക്കാം. ഏതാണ്? ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവശ്യമാണ്. അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ പൊസിഷൻ കാണാതെ പഠിക്കുന്നില്ലെങ്കിൽ ഈ ഒരു ടേബിളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെച്ചിരിക്കുക കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ആൽഫബറ്റ്സിൻ്റെ ആ ഒരു കാര്യം നമ്മൾ തുടങ്ങി എങ്കിലും ഇനി നമ്മളാണ് മെയിനായിട്ടുള്ള നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നത്. നമ്മുടെ ടോപ്പിക് ഏതാണ്? കോഡിംഗ് ഡീകോഡിംഗ് ആണ് അല്ലേ. കോഡിംഗ് ഡീകോഡിംഗ്. അപ്പോൾ ഇവിടെ സപ്പോസ് എന്താണ്, നമുക്കൊരു വേർഡ് നൽകിയിരിക്കും. ഇവിടെ ആ വേർഡിനെ മറ്റെന്തെങ്കിലുമായിട്ട് മാറ്റും. അത് ചിലപ്പോൾ ഒരു നമ്പറായിട്ട് മാറ്റാം, അല്ലെങ്കിൽ വേറൊരു ലെറ്ററായിട്ട് മാറ്റാം, അതും അല്ലെങ്കിൽ കുറച്ച് സിമ്പിൾസ് ആയിട്ട് മാറ്റാം. ഇത് നോക്കി മനസ്സിലാക്കി ഇതെന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് മാറ്റിയെടുക്കാനായിട്ട്. ഓക്കെ അല്ലേ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ചിലപ്പോൾ ഇന്നസേർട്ടഡ് കോഡഡ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അത്രയൊന്നും ഞാൻ എഴുതുന്നില്ല. ഇത്രയും ഒരു കാര്യം, ജസ്റ്റ് ഒരു കാര്യം മാത്രം എന്താണ് നമുക്ക് എഴുതാം. ഞാനിവിടെ കോഡ് എന്ന് എഴുതി. അപ്പോൾ ഈ കോഡിനെ മറ്റൊന്നായിട്ട് മാറ്റി എഴുതാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ EDOC. എന്തുവാ ചെയ്തത്, തന്നിരിക്കുന്ന ലെറ്റേഴ്സിനെ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്ത് എഴുതി അല്ലേ. തന്നിരിക്കുന്ന ലെറ്റേഴ്സിനെ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്ത് എഴുതി. അതേപോലെ തന്നെ അതായത് ആ വേർഡിനകത്തെ ലെറ്റേഴ്സ് ആദ്യം വന്നത് അവസാനം പോയി എന്നുള്ള കേസ്. ഇനി അതേപോലെ തന്നെ നോക്കി മറ്റൊരു കാര്യം നോക്കി, ഇവിടെ ഞാൻ D എഴുതി, പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P എഴുതി, അടുത്തത് E എഴുതി, അടുത്തത് F എഴുതി. നോക്കിയേ, ഈ കോഡിനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് CODE എന്നതിനെ എങ്ങനെ എഴുതി, DPEF. ഏതാ? DPEF എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ.
ഈ DPEF നോക്കി എന്തുവാ ചെയ്തത്? സി എന്ന് പറയുന്നതിലൂടെ +1 എന്താണ്? ഡി ആണ്. ഒ എന്ന് പറയുന്നതിലൂടെ +1 അതായത് നെക്സ്റ്റ് ലെറ്റർ അത് ഏതാണ്? പി ആണ്. ഡി എന്ന് പറയുന്നതിൻ്റെ കൂടെ നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ഇ ആണ്. ഇ എന്ന് പറയുന്നതിൻ്റെ കൂടെ നെക്സ്റ്റ് ലെറ്റർ എന്താണ്? എഫ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഒരു നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അപ്പോൾ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മളൊരു വേർഡ് നമ്മുടെ കിട്ടി, ആദ്യം നമ്മൾ അതിനകത്ത് മനസ്സിലാക്കണം എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നുള്ള കൗണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി അതേപോലെ തന്നെ സെയിം ലെറ്റേഴ്സ് തന്നെയാണോ വന്നിരിക്കുന്നത് നോക്കുക. ഏതാണ് ആ തന്നിരിക്കുന്ന കോഡിനകത്തെ സെയിം ലെറ്റേഴ്സ് തന്നെയാണോ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഇനി അതുകൂടാതെ തന്നെ ഇനി അത് എവിടേക്കാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ പൊസിഷൻ എന്താണ് വന്നിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് പോയാൽ ഡീകോഡിങ് നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അധികം വൈകിപ്പിക്കുകയോ വലിച്ചു നീട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് അനുസരിച്ച് 1 by 1 ആയിട്ട് പോകാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. നമ്മൾ MCQ എടുക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അതെല്ലാം എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ അല്ലേ? അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം നമ്മുടെ തന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഓഡ് നമ്പറാണ്. എണ്ണം എന്താണ്? ഓഡ് നമ്പർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കിയേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കിരിക്കുന്ന ആളെ അതേപോലെ നിർത്തുക. ആദ്യത്തെ 2 സെറ്റും 2 ആയിട്ട് തന്നെ എഴുതി പോവാം. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്താണ്? ഓടാണെങ്കിൽ ഈ നടുക്ക് ഓടാകുമ്പോൾ എന്താണ്? ഒരു എക്സാക്റ്റ് മിഡിൽ അതിനുണ്ടാവും. ഏതാണ്? ഒരു എക്സാക്റ്റ് മിഡിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ LEARN ലേൺ. അപ്പോൾ ഇതിന് ഏറ്റവും നടുക്കിരിക്കുന്ന ആളില്ലേ? എ. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ്, നടുക്കിരിക്കുന്ന ആളൊരു ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഈവൻ ആണെങ്കിൽ 2 സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. പകുതിയായിട്ട് ആദ്യ പകുതി, രണ്ടാമത്തെ പകുതി എന്നതിലേക്ക്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോഡിങ് ആണെങ്കിൽ, കോഡിങ് എന്ന് പറയുന്നതാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മുറിച്ച് ഇതൊരു പകുതി എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ നോർമലി ഈ ഒരു വേർഡിന് കോഡ് ഏത് രീതിയിൽ എന്ത് വരും എന്നിപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല എങ്കിൽ ഈ രീതിയിലൊന്നും മാറ്റി ചിന്തിക്കണമെന്നേ ഉള്ളൂ. ഇത് കീപ്പ് ഇൻ മൈൻഡ് എന്നുള്ള കാര്യമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ കടക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിയേ. ഇഫ് in a certain code tears is written as UGDVX, then smile would be. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആവശ്യം. ആദ്യമേ തന്നെ ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക? tears എന്ന് എഴുതുക. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ഇതിൻ്റെ കോഡ് നേരെ താഴേക്ക് തന്നെ എഴുതുക. ഓരോ ലെറ്ററിൻ്റെയും താഴെ തന്നെ മറ്റൊരു ലെറ്റർ എഴുതുവാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ഘട്ടം. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്ന കോഡിനെ ഇതേപോലെ എഴുതി. അടുത്ത ഘട്ടം എന്താണ്? ഈ തന്നിരിക്കുന്ന ഓരോ ലെറ്ററും സെയിം തന്നെയാണോ ഇവിടെ വന്നിരിക്കുന്നത് നോക്കുക. TEARS ആണോ ഇവിടെ? അല്ല. ഇനി ഈ ലെറ്ററുമായിട്ട് അടുത്തിരിക്കുന്ന മറ്റേതെങ്കിലും ലെറ്റർ ഉണ്ടോ നോക്കിയേ. ടി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ടിയുടെ അടുത്തുണ്ടല്ലേ? +1 ആണ് യു. EFG 2 എണ്ണം ഉണ്ട്. ക്ലിയർ? നോക്കിയേ. ABCD അപ്പോൾ എത്രയായി? +3 വന്നു. ക്ലിയർ? ഇനി അതേപോലെ തന്നെ അടുത്ത R നോക്കിയേ. STUV അപ്പോൾ അത് +4 ആണ്. പിന്നെ STUVWX +5. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ലെറ്ററിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഫസ്റ്റ് ലെറ്ററിൻ്റെ കൂടെ +1 ചെയ്തു. രണ്ടാമത്തത് +2, പിന്നെ +3, പിന്നെ +4, പിന്നെ +5. ഇനി ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പൊക്കോണ്ടേയിരിക്കും. ക്ലിയർ ആണല്ലോ? നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? സ്മൈൽ ആണല്ലേ? SMILE. ക്ലിയർ അല്ലേ?
നോക്കിയേ S+1 എന്താണ് ടി വന്നല്ലേ S+1 എന്താണ് ടി വന്നു. അപ്പൊ നോക്കിയേ ഓപ്ഷനിൽ നോക്കിയേ ടി എല്ലായിടത്തും ഉണ്ട്. ഇനി അടുത്തത് ഏതാണ് M+2 MNO അപ്പോൾ അതും എല്ലായിടത്തും ഉണ്ട്. ഇനി അതേപോലെ തന്നെ ഐ അല്ലേ IJKL ഓക്കെ അല്ലേ അപ്പോൾ ഏത് വന്നു എല് വന്നു. അപ്പോൾ ഈ രണ്ടെണ്ണം അങ്ങ് പോയി. ക്ലിയർ ആണല്ലോ രണ്ടെണ്ണം അങ്ങ് പോയി. ഇനി അടുത്ത ഏതാണ് L+4 NOPQ ആണോ MNOP അടുത്ത് ഏത് വരും പി വരും അല്ലേ. അപ്പോൾ ആൻസർ ഇതാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് ഇ ആണെങ്കിലും എത്രയാണ് E+5 J ആണ്. ക്ലിയർ. അപ്പം നമ്മുടെ ആൻസർ TOLPJ ക്ലിയർ ആണല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ഇനി മറ്റൊരു രീതിയിൽ ചെയ്യാം. ഇതിൻ്റെയൊക്കെ പൊസിഷൻ നമുക്ക് കറക്റ്റായിട്ട് കാണാതെ അറിയാമെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ നോക്കി എസ് എന്ന് പറയുന്നത് എത്രയാ 19 S+1 ഏതാണ് 20 ഏതാണ് ടി ആണ്. ഓക്കെ ഇനി എം എത്രയാണ് 13 ആണ്. 13ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ എത്രയായി 15 വന്നു. 15 ഏതാണ് O ആണ്. അങ്ങനെ ചെയ്യാം. ഇനി ഐ എന്ന് പറയുന്നത് എത്രയാ 9 ആണ്. 9ൻ്റെ കൂടെ 3 കൂട്ടി എത്രയാണ് 12 ആണ്. 12 ഏതാണ് L ആണ്. ഓക്കെ അല്ലേ. ഇനി അതേപോലെ തന്നെ എല് എന്ന് പറയുന്നത് 12 ആണ്. 12ൻ്റെ കൂടെ 4 കൂട്ടി 16 ആണ്. 16 ഏതാണ് പി ആണ്. അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ പൊസിഷൻസ് അറിയാമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മുമ്പുള്ള കാര്യങ്ങൾ നമ്മൾ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ ആ ഒരു ടേബിൾ വരച്ച് വെച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് നോക്കി ഇതൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് ഇൻ എ സെർട്ടൻ കോഡ് ഗാരിമ ഈസ് റിട്ടേൺ ആസ് 725432. ഇനി ടിന ആസ് 6482. ദെൻ ഹൗ ഈസ് മാർട്ടിന റിട്ടേൺ ഇൻ ദാറ്റ് കോഡ്. അപ്പൊ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സിനെ അടിസ്ഥാനമാക്കിയാണോ ഈ കോഡ് എന്തെങ്കിലും സെപ്പറേറ്റ് കോഡ് എന്നുള്ള കാര്യം നമ്മൾ നോക്കിയാൽ അതാദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലടേ, ചുമ്മാ ഓരോന്നിനെ പറക്കിയെടുത്ത് വെച്ചിരിക്കുന്നു, അത്രയും മാത്രം ഓർത്താൽ മതി. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജി നോക്കിയേ, ഇവിടെ ഗാരിമയുണ്ട് ടിനയുണ്ട്. ഇപ്പൊ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ആരാണ് എ അല്ലയോ നോക്കിയേ. അപ്പോൾ എ എന്ന് പറയുന്നത് വന്നിടത്തെല്ലാം ഏതുണ്ട് 2 ഉണ്ട്. ഓക്കെ അല്ലേ. നോക്കിയേ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് നോട്ട് ചെയ്യാം GARIMA ക്ലിയർ അല്ലേ. അപ്പോൾ അടുത്ത് ഏതാണ് 725432. ഓക്കെ അല്ലേ. ശ്രദ്ധിച്ച് എ ഇവിടെ രണ്ടാമത് 2 ഉണ്ട്, എ ഇവിടെ അവസാനം 2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ എ എന്ന് പറയുന്നത് 2. അപ്പോൾ തന്നിരിക്കുന്ന രീതി അനുസരിച്ചാൽ ഓരോ ലെറ്ററിന്റെ പൊസിഷനനുസരിച്ചിട്ട് ഓരോ ഡിജിറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏതാണ് മാർട്ടിനെ അല്ലേ. നോക്കിയേ എം എവിടെ ഈ തന്നിരിക്കുന്ന എല്ലാം ഉണ്ടോ നോക്കാം. എം ആദ്യത്തേനകത്തുണ്ടല്ലേ, ഏത് വന്നു 3 വന്നു. പിന്നെ എ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു 2. 6 എവിടെ വന്നു മൂന്നാമത് ഇരിപ്പുണ്ടല്ലേ 5. ടി എത്രയാണ് 6 ആണ്. ഐ അതാണ്ട് ഈ ടിന ഇനി സെയിം അല്ലേ. അപ്പോൾ ഇല്ല സാധനം അങ്ങ് നേരിട്ട് അങ്ങ് വരത്തല്ലേ ഉള്ളൂ. അപ്പോൾ 32 56 48 2 എത്രയാ 32 56 48 2 എന്നുള്ള കേസാണ്. അതേതുണ്ട് 32 56 ഓപ്ഷൻ എ. ഏത് വരും ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ സംഭവം വേറൊന്നുമല്ലടേ, വലിയ രീതി ഗഗനമായിട്ടൊന്നും നിൽക്കണ്ട. ഓരോ ലെറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വന്നിട്ടുണ്ട് ഒരു കോഡ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇൻ എ സർട്ടൻ കോഡ് റിത്ത ഈസ് റിട്ടേൺ ആസ് SJUB. then how is Cuba ഈസ് റിട്ടേൺ ഇൻ ദാറ്റ് കോഡ്. അപ്പോൾ നമ്മൾ നോക്കിയേ റിത്ത RITA SJUB നോക്ക്, ശ്രദ്ധിച്ച് നോക്കിയേ. 6ുമായിട്ട് ബന്ധപ്പെട്ടത് അടുത്തുള്ളത് ഏതാ
ആറിൻ്റെ നേരെ താഴെ ആരിരിപ്പുണ്ട്? എസ്. ഏതുവാടെ? +1. നോക്കിയേ, I+1 എന്താണ്? ജെ ആണ്. T+1 എന്താണ്? യു ആണ്. A+1 ബി ആണ്. അപ്പോൾ നോക്കിയേ, എല്ലാ ലെറ്റേഴ്സിൻ്റെയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ ലെറ്റേഴ്സിൻ്റെയും കൂടെ ഇത് എന്ത് ചെയ്തു? ഒന്ന് കൂട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ ഏതാ? ക്യൂബ് അല്ലേ? അപ്പോൾ ഡി വി പിന്നെ സി ബി. ഡി വി സി ബി ഏതാണ്? ഓപ്ഷൻ ബി. ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് ഇത് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ, ഓരോ ലെറ്റർ എടുക്കുക, അതിന് അടുത്തുള്ളത് ഏതെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ മാത്രം എന്താ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ നിശ്ചിത ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ വെറുതെ കയറി എഴുതുക എന്നുള്ളതല്ല. ആ തന്നിരിക്കുന്നതിനെ ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി? അടുത്തതിലേക്ക് പോയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എത്തി. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ദ വേർഡ് ന്യൂമറൽ ഈസ് റിട്ടൺ ആസ് LMUIREACN. ക്ലിയർ ആണല്ലോ? എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ഹൗ വിൽ ദി വേർഡ് പബ്ലിഷ്ഡ് ബി റിട്ടൺ ഇൻ ദാറ്റ് കോഡ്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, എന്താണ് ന്യൂമറൽ? NUMERICAL. ഇതിനെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? LMUIREACN. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇപ്പോൾ എൻ അവസാനവും എൽ ആദ്യമോ വന്ന് എന്നും പറഞ്ഞുകൊണ്ട് റിവേഴ്സിൽ എഴുതിയിരിക്കുവാണ് എന്നൊരിക്കലും എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. അപ്പോൾ ഇവിടെ മറ്റൊരു രീതിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ശ്രദ്ധിച്ചേ, ഐഡിയ വല്ലതും കിട്ടുന്നുണ്ടോ നോക്കി. അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്താൽ വന്നിരിക്കുന്നത് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ഷഫിൾ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതിനൊന്ന് നമ്പർ ഇട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8 9. അപ്പോൾ പ്രത്യേകിച്ചൊരു മോഡൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു പാറ്റേൺ ഇതിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ തരുന്ന വേർഡിൻ്റെയും എന്ത് നോക്കുക? നമ്പർ ഓഫ് ലെറ്റേഴ്സ് നോക്കുക. പബ്ലിഷ്ഡ് അവിടെയും എത്രയാണ്? 9 ഉള്ളു അല്ലേ? അപ്പോൾ സോ സിമ്പിൾ. മേളിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാ പോയെന്ന് മാത്രം നോക്കിയേ. എൽ എത്രാമത്തെയാ? 9ാമത്തതാണ്. എം 3ാമത്തതാണ്. ദെൻ യു എത്രാമത്തെയാ? 2 ആണ്. ഐ 6ാമത്തതാണ്. 6 5ാമത്തതാണ്. ഇ 4ാമത്തതാണ്. എ 8ാമത്തതാണ്. സി 7ാമത്തതാണ്. എൻ 1ാമത്തതാണ്. ഒന്ന് ഓടിച്ച് നോക്കിയേ. 1 2 3 4 5 6 7 8 9. ക്ലിയർ ആണല്ലോ? ഇനി കണ്ടുപിടിക്കേണ്ട പബ്ലിഷ് അല്ലേ? ആ പബ്ലിഷ്ഡിനകത്ത് നോക്കിയേ, PUBLISHED. ഓക്കെ അല്ലേ? നോക്കിയേ, 1 2 3 4 5 6 7 8 9. അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. 9ാമത്തെ ആൾ ആരാണ്? ഡി ആണ്. ഡി എല്ലാത്തിലും ഉണ്ട്. ഇനി അതേപോലെ തന്നെ 3ാമത്തെ ലെറ്റർ ഏതാണ്? ബി ആണ്. 3ാമത്തെ ലെറ്റർ ഏതാണ്? ബി. അപ്പോൾ ഇതും പോയി. ഇനി അടുത്ത ഏതാ? 2 ആരാണ്? യു ആണല്ലേ? അപ്പോൾ ഇനി ഇതാണ്ട് 2 അതേപോലെ തന്നെ കിടപ്പുണ്ട്. ഇനി അടുത്ത ഏതാ? 6ാമത്തെ ലെറ്റർ ആരാണ്? എസ് ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഏതേ ഉള്ളൂ. അപ്പം എന്താണ്? അധികം ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ടൈം അധികം സ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ കാരണം നമുക്ക് എക്സാമിനേഷനിൽ കിട്ടിയാൽ മതി. കാരണം എക്സാമിനേഷൻ എളുപ്പത്തിന് ചെയ്താൽ പോരെ. ഇവിടെ ശ്രദ്ധിച്ചേടെ, ഇവിടെ എന്താണ്? നൺ ഓഫ് ദിസ് ഇല്ല. അപ്പോൾ ആദ്യത്തെ 3 എന്തായിട്ടുണ്ട്? ക്യാൻസൽ ആയിട്ടുണ്ട്. ആദ്യത്തെ 3 ക്യാൻസലായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ 4ലേക്കുള്ള ഓപ്റ്റ്. കാരണം നമുക്ക് അത്രയും ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം സ്റ്റെപ്പിന് എന്തില്ല? മാർക്കില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തോ ശ്രദ്ധിക്കേണ്ടത്? ഇത് എവിടെ എങ്ങനെ കൊടുത്തു എന്ന് മാത്രം നോക്കിയാൽ മതി. ഇത് എവിടെ എങ്ങനെ കൊടുത്തു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇഫ് പേപ്പർ ഈസ് കോൾഡ് വുഡ്, വുഡ് ഈസ് കോൾഡ് സ്ട്രോ, സ്ട്രോ ഈസ് കോൾഡ് ഗ്രാസ്, ഗ്രാസ് ഈസ് കോൾഡ് റബ്ബർ, റബ്ബർ ഈസ് കോൾഡ് ക്ലോത്ത്. വാട്ട് ഈസ് ദ ഫർണിച്ചർ മെയ്ഡ് അപ്പ് ഓഫ്? അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? ഫർണിച്ചർ ഏതുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഫർണിച്ചർ ഏതുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ്? വുഡാണ്. ഫർണിച്ചർ ഏതുകൊണ്ടാണ് നിർമ്മിക്കുന്നത്? വുഡ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് വുഡിന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വുഡിനെ ഇവിടെ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്?
സ്ട്രോ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വുഡിനെ നമ്മൾ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? സ്ട്രോ. അപ്പൊ ഇവിടെ എന്താണോ വുഡിനെ പറ്റി പറയുന്നത് അത് വേണം നമ്മുടെ ആൻസർ. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, സ്ട്രോ. കാരണം ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വുഡ് ഈസ് കോൾഡ് സ്ട്രോ. പിന്നെ അങ്ങനെയാണെങ്കിൽ സ്ട്രോ ഈസ് കോൾഡ് ഗ്രാസ് എന്നും ഗ്രാസ് ഈസ് കോൾഡ് റബ്ബർ എന്നും റബ്ബർ ഈസ് കോൾഡ് ക്ലോത്ത് എന്നും ആണല്ലോ എന്ന് ചിന്തിക്കരുത്. ഇവിടെ ഒരെണ്ണം ഡയറക്റ്റ് ആയിട്ട് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ചാൽ മതി. അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാൻ നോക്കിയിട്ട് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 എന്ന് പറയും. ഇസഡ് 52, ACT ആക്ടിനെ 48 എന്നും പറയുന്നു. അപ്പൊ നോക്കിയേ, ഇസഡ് എത്രയാണ്? 52. നമുക്ക് ആകെ അറിയാം ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെ ലെറ്റർ ആണ്? 26-ാമത്തതാ. 26 52 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ഇത് ഇൻറ്റു 2 ചെയ്താൽ മതി അല്ലേ? അപ്പൊ നോർമൽ പൊസിഷന് ഇൻറ്റു 2 ആണ് ഏത്? 52 ആയിട്ട് എഴുതിയത്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന കോഡ്. ഇസഡിന്റെ കോഡ് എത്രയാണ്? 26 × 2 ആയ 52 ആണ്. ഇനി അടുത്ത ഏതാണ്? ആക്ട് എന്ന് പറയുന്നതിന് എങ്ങനെ 48 എന്ന് എഴുതി? നമുക്ക് നോക്കാം. ഇതിന്റെ നോർമൽ പൊസിഷൻ ഒന്ന് നോക്കാം. ആക്ട് എ എത്രയാണ്? 1 ആണ്, സി 3 ആണ്, ടി 20 ആണ് അല്ലേ? നോക്കിയത് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 1 + 3 + 20 എത്ര കിട്ടുന്നത്? 24 ആണ് അല്ലേ? അപ്പൊ അതിന്റെ ഇരട്ടിയല്ലേ 48? അതിന്റെ ഇരട്ടിയല്ലേ 48? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, തന്നിരിക്കുന്ന ലെറ്റേഴ്സിന്റെ പൊസിഷന്റെ ഇരട്ടി എല്ലാം കൂടെ കൂട്ടി അങ്ങനെ വിചാരിക്കാം. കാരണം എ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ 1 വരും, സി എന്ന് പറയുന്നത് 3 ആണെങ്കിൽ 6 വരും. ഓക്കെ, ഡി എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് 20 ആണെങ്കിൽ എത്ര വരും? 40. അപ്പൊ എത്ര വരും? 48. ക്ലിയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? ബാറ്റ് ആണ്. ബാറ്റ് 2 1 20 ആണ്. അപ്പോൾ 4 2 40 ആണ്. ആൻസർ എത്ര വരും? 46. ആൻസർ എത്ര വരും? 46. ഓക്കെ അല്ലേ? അപ്പോൾ അതിന്റെ നോർമൽ പൊസിഷന് ഇൻറ്റു 2 ആണ്. ഇതിനൊക്കെയാ ഞാൻ പറഞ്ഞത് എന്താണ്? പൊസിഷൻ പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമായിട്ട് പല കാര്യങ്ങളും ചെയ്യാമെന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നതിന് ഇന്ത്യ INDIA ഇന്ത്യ എന്ന് പറയുന്നതിന് 95491 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഡൽഹിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഓരോ ലെറ്ററിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ കോഡ് ഉണ്ടോ? അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡൽഹി കണ്ടുപിടിക്കണം, DELHI. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഏത് കിട്ടത്തില്ല? ഇയും എല്ലിൻ്റെയും കോഡ് കിട്ടത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പാറ്റേൺ അനുസരിച്ചിട്ടുള്ള കോഡായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് ഇന്ത്യ എന്ന് പറയുന്നത് INDIA, ഇതിന്റെ നോർമൽ പൊസിഷൻ ഏതാ? I എന്ന് പറയുന്നത് 9, N എന്ന് പറഞ്ഞാൽ 14, D എന്ന് പറഞ്ഞാൽ 4, I അഗെയിൻ 9, A എന്ന് പറഞ്ഞാൽ ഏതാണ്? 1. ശ്രദ്ധിച്ചേടേ, ഇവിടെ ഈ Nന് മാത്രമല്ലേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ? I9, D4, I9, A1. അപ്പോൾ ഏതിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം? Nന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പം നോക്കി, N 14. ഇവിടെ എഴുതിയിരിക്കുന്ന എന്താ? 5 ആയിട്ടാ. N എത്രയാണ്? 14. ഇവിടെ എഴുതിയിരിക്കുന്നത് എത്രയാ? 5. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ലെറ്ററിന് ഒരു കോഡുണ്ട്, അതിന്റെ ഒരു പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ പൊസിഷന്റെ ഡിജിറ്റ് സം എടുത്തു എന്നുള്ളതാണ്. ഏതാണ്? ഡിജിറ്റ് സം. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്? ഡൽഹി അല്ലേ? DELHI. ഡൽഹി 4 5. L എത്രയാ? 12 അല്ലേ? എല്ലിന്റെ പൊസിഷൻ എത്രയാണ്? 12. അപ്പൊ ഏത് വരും? 3. അപ്പോൾ ഇതും പോയി ഇതും പോയി. H എത്രയാണ്? 8. അപ്പോൾ ഇതും പോയി. ആൻസർ ഇവിടെ. ഓക്കെ അല്ലേ? I9. ക്ലിയർ ആണല്ലോ? അപ്പൊ 4 5 3 8 9. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? പൊസിഷൻ ആണോ? അതെ, പൊസിഷൻ ആണ്. പക്ഷേ 2 ഡിജിറ്റ് ആണ് പൊസിഷൻ വരുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്തു? സിംഗിൾ ഡിജിറ്റ് ആയിട്ട് ഡിജിറ്റ് സം വെച്ച് കൺവേർട്ട് ചെയ്തു. ഓക്കെ അല്ലേ? ദെൻ അതേപോലെ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് 1 2 3 മീൻസ് എന്താ? 1 2 3 മീൻസ് എന്താണ്? ബ്രൈറ്റ് ലിറ്റിൽ ബോയ്. ക്ലിയർ. ഇനി 1 4 5 മീൻസ് ടോൾ ബിഗ് ബോയ്. ദെൻ അതേപോലെ തന്നെ 6 3 7 മീൻസ് ബ്യൂട്ടിഫുൾ ലിറ്റിൽ ഫ്ലവർ.
എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഡിജിറ്റ് ഇൻ ദാറ്റ് ലാംഗ്വേജ് മീൻസ് ബ്രൈറ്റ്. അപ്പോൾ ബ്രൈറ്റിന്റെ ഏതാണ്, നമുക്കറിയാം ബ്രൈറ്റ് എന്ന് പറയുന്നത് ഏതിനകത്ത് മാത്രമേ ഉള്ളൂ, ആദ്യത്തെ കേസിൽ മാത്രമേ ഉള്ളൂ അല്ലേ. പിന്നെ അപ്പോൾ ഇനി ബ്രൈറ്റ് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, ഓക്കെ. പക്ഷെ തന്നിട്ടില്ല. അപ്പൊ നോക്കിയടെ ബോയ് രണ്ടിടത്തും എന്താണ്, കോമൺ ആണ് അല്ലേ. അപ്പോൾ വണ്ണ് രണ്ടിടത്തും എന്തായിട്ട് വരും, കോമൺ ആയിട്ട് വരും. ഇനി അടുത്ത ഏതാണ്, ലിറ്റിൽ. അപ്പോൾ ലിറ്റിൽ എന്ന് പറയുന്ന ഫസ്റ്റിലും ലാസ്റ്റിലും ഉണ്ട്. ഫസ്റ്റിലും ലാസ്റ്റിലും ഉള്ളത് ഏതാ, 3. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം എന്താണ്, ആ ബ്രൈറ്റ് എന്ന് പറയുന്നതിന്റെ കോഡ് എത്ര വരും, 2 ആണോ. ബ്രൈറ്റ് എന്ന് പറയുന്നതിന്റെ കോഡ് എത്ര വരും, 2. ഓക്കെ അല്ലേ. പക്ഷെ രണ്ട് നമ്മുടെ ഓപ്ഷനിലുണ്ടോ, ഇല്ല. ആൻസർ എന്ത് വരും, നൺ ഓഫ് ദിസ്. ആൻസർ എന്ത് വരും, നൺ ഓഫ് ദിസ്. ക്ലിയർ ആണല്ലോ. ഇനി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അവിടെ ടോൾ എന്ന് പറയുന്നതിന്റെ കോഡ് എന്തായിരിക്കും, ടോള്. ഇവിടെ ടോൾ ബിഗ് ബോയ് എന്ന് പറഞ്ഞതിന്റെ ബോയ് 1 ആണെന്ന് കിട്ടി, പക്ഷെ ടോൾ എത്ര ആണെന്ന് നമുക്കറിയാമോ. അപ്പൊ ടോൾ എന്ന് പറയുമ്പോൾ ടോൾ എന്ന് പറയുമ്പോൾ 4 or 5 ആയിരിക്കണം ആൻസർ. അല്ലാതെ 4 എന്നോ 5 എന്നോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല. ഒന്നുകിൽ 4 or 5 എന്നേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, 6 ഏതിന്റെ കോഡാണെന്ന് ചോദിച്ചാൽ ബ്യൂട്ടിഫുൾ ഓർ ഫ്ലവർ. ബ്യൂട്ടിഫുൾ ഓർ ഫ്ലവർ, 6 ഏതിന്റെ കോഡാന്ന് ചോദിച്ചാൽ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഫ്ലവർ എന്ന് പറയുന്നതിന്റെ കോഡാണ് എന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. കാരണം ഇവിടെ വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ബ്രൈറ്റ് ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞതിന് 1 2 3 എന്ന് എഴുതിയപ്പോൾ ലിറ്റിൽ വേറെ ഒരു സ്റ്റേറ്റ്മെന്റിലുണ്ട്, ബോയ് വേറെ ഒരു സ്റ്റേറ്റ്മെന്റിലുണ്ട്, പിന്നെ ഏതാണ്, ബ്രൈറ്റ് ആണ്. അപ്പോഴാണ് ഏത് മനസ്സിലാക്കാം, 2 ആണ് അവിടുത്തെ ഡിജിറ്റ് എന്ന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നേ. എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ, ഇൻ എ സർട്ടൻ ലാംഗ്വേജ് ചാർക്കോൾ ഈസ് കോഡഡ് ആസ്. ചാർക്കോൾ CHARCOAL എങ്ങനെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, 4 5 1 6 4 9 1 3. ക്ലിയർ. ഇനി നോക്കിയേ, മൊറാലി ഏതാ, 2 9 6 1 3 7. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ഇവിടെ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഒരു കോഡ് വന്നിട്ടുണ്ടോ, കോഡ് വന്നു. കാരണം ഇവിടെ നോക്കിയേ A 2 3 ഒക്കെ ഉണ്ട്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കറക്റ്റ് പൊസിഷനിൽ തന്നെയാണല്ലേ വന്നിരിക്കുന്നത്, കറക്റ്റ് പൊസിഷനിൽ തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഉറപ്പിക്കാം അതിന് നേരെ വന്നിരിക്കുന്ന ഏതാണോ അത് ആൻസർ. അപ്പം നോക്കിയേ, A എന്ന് പറയുന്ന ഏതാണ്, 1 ആണ്. L എത്രയാ, 3. L എത്രയാ, 3 3. ഇനി O പുറകിൽ നിന്ന് മൂന്നാമത്തെ എത്ര, 9. ഓക്കെ ആണല്ലോ, 3 3 9. അപ്പൊ ഇതങ്ങ് പോയി. ഇനി അടുത്തത് ഏതാണ്, സി എത്രയാ, 4 ആണല്ലേ. സി എത്രയാണ്, 4. സി എത്രയാണ്, 4. ഇനി അതേപോലെ തന്നെ അടുത്തത് എച്ച് എത്ര വരുന്നത്, 5. എച്ച് എത്ര വരുന്നത്, 5. ശ്രദ്ധിച്ച്, 1 3 3 9 4 5 വേറെ ഒന്നിലും ഇല്ല. അപ്പൊ ആൻസർ എന്ത് വരും, ബി. ആൻസർ എന്ത് വരും, ബി. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേടെ. ഞാൻ ഈ ഇത്രയും 1 2 3 4 5 6 വന്നിട്ട് ഇനി അങ്ങോട്ടില്ല, ഒരൊറ്റ ആൻസർ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഓക്കെ ആണ്. ഇവിടെ നൺ ഓഫ് ദിസ് ഉണ്ടായിരുന്നെങ്കിൽ മൊത്തം ചെയ്യണമായിരുന്നു കേട്ടോ. നൺ ഓഫ് ദിസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുക, മൊത്തവും ചെയ്യുക. ഓക്കെ അല്ലേ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്തോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എ പാസ്കോഡ് ഈസ് ഗിവൺ ടു supervisor of a factory which is changed for the next supervisor. If the passcode for the first supervisor എന്താണ്, day you last at but for, then അതൊരു കോഡാണ്. ഇനി അടുത്ത കോഡ് എന്താണ്, LAS ലാസ്റ്റ് യു at day 4 but. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോവാ, ചെക്ക് ചെയ്യാൻ പോവാ. അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ്
വേർഡിലെ കോഡ് മാത്രമല്ല, ഒരു വേർഡിലെ ഓരോ ലെറ്ററിനെ അല്ലേ എടുത്തേ. ഇപ്പൊ ഇവിടെ എന്താണ് സെന്റൻസ്, അതായത് നമ്മൾ നേരത്തെ ഏതാണ് ന്യൂമറൽ എന്ന് പറയുന്നത് ചെയ്തപ്പോഴേ, ന്യൂമറൽ എന്ന് ചെയ്തപ്പോൾ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവച്ചു എന്നല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ നമ്പർ ഇട്ട് കൊടുക്കുക, 1 2 3 4 5 6. ഓക്കെ അല്ലേ. ലാസ്റ്റ് എത്രാമത്തെയാണോ, മൂന്നാമത്തത് യു, രണ്ടാമത്തത് അറ്റ്, നാലാമത്തത് ഡേ എന്ന് പറയുന്ന ഒന്നാമത്തത് 4 6 ബട്ടൺസ്. അപ്പോൾ ഇനി എന്താണ് അടുത്ത കോഡിലേക്ക് വരുമ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഇട്ട് കൊടുക്കണം. ഏതാ, ലാസ്റ്റ് യു അറ്റ് ഡേ 4 ബട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എങ്ങനെ എഴുതണം, ഈ ഇപ്പൊ നേരത്തെ ആദ്യത്തെ പാസ് കോഡിനെ നമ്മൾ 3 2 4 1 6 5 എന്ന് എഴുതിയില്ലേ, അതേപോലെ തന്നെ ഇവിടെ എഴുതണം 3 2 4 4, പിന്നെ 3 ഇനി ഒന്നാമത്തെ അല്ലേ 1 5 6 6 5. ക്ലിയർ അല്ലേ. മൂന്നാമത്തെ വേർഡ് ഏതാ, മൂന്നാമത്തെ വേർഡ് ഏതാ, അറ്റ്. മൂന്നാമത്തെ വേർഡ് ഏതാ, അറ്റ് എല്ലാത്തിലും ഉണ്ട്. രണ്ടാമത്തെ ഏതാണ്, യു. രണ്ടാമത്തേത് ഏതാണ്, യു. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് രണ്ടും പോയി. മൂന്നാമത്തേത് ഏതാണ്, മൂന്നാമതിരിക്കുന്ന ഏതാ, നാലാമത്തെ ആള് ഡേ. ഡേ, ഈ രണ്ടിടത്തും ഡേ ഉണ്ട്. ഓക്കെ അല്ലേ. അതായത് അറ്റ് യു ഡേ മൂന്നാമതായി. ഇനി അടുത്ത് ഒന്നാമതിരുന്ന ആൾ ആരാണ് നോക്കിയേ, ഒന്നാമത് ഏതാണ്, ലാസ്റ്റ്. ഏതാണ്, ലാസ്റ്റ്. പിന്നെ ബട്ട് 4. ഓക്കെ അല്ലേ. അപ്പോ ഏത് ഒരു ആൻസർ, അറ്റ് യു ഡേ ലാസ്റ്റ് ബട്ട് 4. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലെ ചോദ്യം വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ലെറ്റേഴ്സിനെ എന്ത് ചെയ്താൽ മതി, റീ അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ചെയ്ത അതേ ലോജിക്ക് ഇവിടെ എന്താണ്, വേർഡ്സിലെ ഒരു സെന്റൻസിലെ വേർഡ്സിനെ എന്ത് ചെയ്തു, റീ അറേഞ്ച് ചെയ്ത് എഴുതി. അത്രേ ഉള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിയേ, ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ് മാസ്റ്റർ ഈസ് റിട്ടൺ ആസ് RETSAM, then what will be the word father be written in that code? അപ്പോൾ നോക്കിയേ, മാസ്റ്റർ MASTER, മാസ്റ്റർ എങ്ങനെ എഴുതി, RETSAM. ശ്രദ്ധിച്ചേ, ഇതിനെ എന്തുവ ചെയ്ത് എഴുതിയ, ഓരോന്നിനെയും എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്ത് എഴുതി. ഓരോന്നിനെ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്ത് എഴുതി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാ, ഫാദർ. അപ്പോൾ REHTA. ഓപ്ഷൻ ഏത് വരും, REH. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ബി, REHTAF. ക്ലിയർ അല്ലേ. അപ്പോൾ 11 നമ്മളിപ്പോൾ ചെയ്തു. ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ 12 എങ്ങനെ വരുന്നുണ്ട്. ഈറ്റ് ഈസ് റിട്ടേൺ ആസ് ഈറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ മൊത്തം ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ശ്രദ്ധിച്ച്. ഈറ്റ് ഈസ് റിട്ടേൺ ആസ് 517, ഹാറ്റ് ഈസ് റിട്ടേൺ ആസ് 917, സാറ്റ് ഈസ് റിട്ടേൺ ആസ് 317. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, ദെൻ ഹൗ ഹെയ്റ്റ്സ് HATES ഹെയ്റ്റ്സ് വിൽ ബി റിട്ടേൺ ഇൻ ദ കോഡ്. അപ്പം നമ്മളിവിടെ H എത്രയാണ്, 9, A എന്ന് പറയുന്ന 1, T 7, E എന്ന് പറയുന്ന 5, S എന്ന് പറയുന്ന ഏതാ 3. അപ്പോൾ 91753 ഏതാണ്, 91753. ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ഇഫ് ബോംബെ ഈസ് കോഡഡ് ആസ് FSOFEC, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, വിച്ച് വേർഡ് വുഡ് ബി കോഡ് ആസ്
QCWSVI. ഇവിടെ കോഡിംഗ് ആണോ? അല്ല. പിന്നെ ഏതാണ്? ഡീകോഡിംഗ് ആ. നോക്കിയുടെ ബോംബെ എന്ന് പറയുന്നതിന് ബോംബെ ബോംബെ എന്ന് പറയുന്ന വേർഡിനെ FSOFCE ആയിട്ട് എഴുതി ഏതോ ഒന്നിൻ്റെ കോഡാണ് ഏത്? QCWSVI. ഇത് ഏതിൻ്റെ കോഡാണ്? അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുന്ന് ചാടിക്കയറി ഇപ്പം നോക്കിയേ ബോംബെ ആകുമ്പോൾ B എത്രയാണ്? +4 O 15 4 19. അപ്പോൾ നോക്കിയേ ഇതെല്ലാം എന്താണ്? +4 ആണല്ലേ. ഇതെല്ലാം എന്താണ്? +4 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓക്കെ, ഏതോ ഒരു വേർഡിന്റെ കോഡാണ് +4. ഏതോ ഒരെണ്ണത്തിന്റെ കോഡാണ് ഏത്? +4 ചെയ്ത്. അപ്പോൾ ഇവിടുന്ന് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് എടുക്കണം. ഇവിടുന്ന് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യണം. നോക്കിയേ Q എന്ന് പറയുമ്പോൾ Q -4 എത്രയാ? M. ആ M എല്ലായിടത്തും ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി C-4 ആവും BAZY. അപ്പോൾ അതും എല്ലായിടത്തും ഉണ്ട്. ക്ലിയർ? അടുത്ത ഇനി എന്താണെന്ന് നോക്കിയേ. VUTS. അപ്പോൾ അവിടെ എന്ത് വന്നു? S വന്നു. അപ്പം എല്ലായിടത്തും അതുണ്ട്. ഇനി അടുത്തേതാ? എസ് എത്ര? 19 4 15. അപ്പോൾ ഏത് വരും? O. അപ്പോൾ അതങ്ങ് മാറി. ഇനി അടുത്തത് യു എന്ന് പറഞ്ഞ 21 അല്ലേ? യു എന്ന് പറയുമ്പോൾ 21, 21 4 പോയാൽ 21 4 പോയാൽ എത്രയാ? 17 ആണല്ലേ. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഏത് വരുന്നുണ്ട്? 6 അല്ലേ? അല്ല 6. അടുത്തേ അപ്പോൾ I വരുമ്പോൾ E. ക്ലിയർ ആണല്ലോ. അപ്പം നമ്മുടെ ആൻസർ എന്ത് വരുന്നു? മൈസൂർ. ഏത് വരുന്നു? മൈസൂർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ മിക്കപ്പോഴും നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ കോഡിംഗ് ഡീകോഡിങ്ങിന് എല്ലാവർക്കും പ്രശ്നം വരും. ഈ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യം എന്താണ്? കോഡിംഗ് അല്ല, ഡീകോഡിംഗാ, തിരിച്ചാ. അപ്പോൾ ഇവിടെ മിക്കവാറും Q വന്നിട്ട് എന്ത് ചെയ്യണം? Q കഴിഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യും? QRSTU അങ്ങനെ വെച്ചങ്ങ് എഴുതും. ഓക്കെ, +4 വെച്ച് എഴുതും. അതല്ല, ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ വരെ ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്തത്? മാറ്റിയത്. ഓക്കെ അല്ലേ? ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ എ സർട്ടൻ കോഡഡ് ലാംഗ്വേജ് റീസൺ ഈസ് റിട്ടൺ ആസ് 5. റീസണെ എന്തായിട്ട് എഴുതിയിരിക്കുന്നത്? 5 ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിലീവ്ഡിനെ എന്തായിട്ട് എഴുതി? 7 ആയിട്ട് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? ദെൻ ഇൻ ദ സെയിം കോഡ് ഗവൺമെന്റ് വിൽ ബി റിട്ടൺ ആസ്. നോക്കിയുടെ റീസൺ REASON അതിനെ എന്തായിട്ട് എഴുതി? 5 ആയിട്ട് എഴുതി. നോക്കിയേ BELIEVED ഇതിനെ എന്തായിട്ട് എഴുതി? 7 ആയിട്ട് എഴുതി. കണ്ടുപിടിക്കാനുള്ളതോ? GOVERNMENT. നോക്കിയേ, ഞാൻ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കോഡിങ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എന്താണ്? തന്നിരിക്കുന്ന വേർഡിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം. നോക്കിയുടെ മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ്. പക്ഷേ എഴുതിയത് എങ്ങനെയാ? 5. ഇവിടെ മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 8 ലെറ്റേഴ്സ്. പക്ഷേ എഴുതിയത് എങ്ങനെയാണ്? 7. അപ്പോൾ എന്താണ് ഇവിടുത്തെ കോഡ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് -1. ഏതാണ്? ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് -1. ഓക്കെ ആണല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എത്ര വരും? 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 - 1 എത്ര വരും? 9. ക്ലിയർ അല്ലേ? ഏതാണ്? 9. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഇന്നത്തെ ഇതൂടെ ഉള്ളൂ കേട്ടോ, ടെൻഷൻ ഒന്നും വേണ്ട, ഇതൂടെ ഉള്ളൂ. ഇന്ന് 15 ക്വസ്റ്റിനെ എടുത്തുള്ളൂ. കാരണം ഇത് മറ്റുള്ള ടോപ്പിക്കിനെ കുറിച്ചല്ല, മറ്റേ ഇതിനു മുമ്പ് കടന്നുപോയ 2 എണ്ണത്തിനകത്താണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കാമായിരുന്നു. പക്ഷേ ഇതങ്ങനെ തീർത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ എണ്ണം ഞാൻ ചെറുതായിട്ടൊന്ന് കുറച്ച്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എ ഈസ് കോഡഡ് ആസ് 2, ബി ആസ് 3 ആൻഡ് സോ ഓൺ എന്ന് പറഞ്ഞ എന്താണ്? എ 2 വിളിക്കുന്നു, ബി 3 വിളിക്കുന്നു, സി 4 വിളിക്കുന്നു, അങ്ങനെ അങ്ങ് പൊക്കോളുക. ചുരുക്കം പറഞ്ഞ എന്താണ്? ഓരോ ലെറ്ററിന്റെ നോർമൽ പൊസിഷന്റെ കൂടെ എത്ര കൂട്ടിയിട്ടുണ്ട്? 1 കൂട്ടിയിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യന്റെ അല്ല, ഓരോ ലെറ്ററിന്റെയും നോർമൽ പൊസിഷന്റെ കൂടെ 1 കൂട്ടി. കണ്ടുപിടിക്കേണ്ട ഏതാ? ഫേസ, FACE. നമുക്കറിയാം 6 1 3 5 ആണല്ലേ ഏത്? ഫേസ്. ഓക്കെ, ഇനി ഇതാണോ നമ്മുടെ കോഡ്? അല്ല, ഓരോ ലെറ്ററിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? 1 ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ 7 2 4 6 ഏത് വരും ഇവിടെ? 7 2 4 6 ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? 7 2 4 6 ഓപ്ഷൻ എ. അപ്പോ ഇന്ന് ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കോഡിംഗ് ഡീകോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏണസ്റ്റ് അക്കാഡമിയുടെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫ്രീ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള റീസണിങ്ങിൻ്റെ 3ാമത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഏതാണ്? ഗ്രൂപ്പ് ഡി ലേണിംഗ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഫ്രീ സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കൂടുതൽ നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയാനൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ നിങ്ങൾക്കൊരു ഫോം തന്നിട്ടുണ്ട് കേട്ടോ. താഴെ ഒരു ഫോം കൊടുത്ത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുകയോ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളുടെ ഇവിടുത്തെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് കാണുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്ത് പറയാൻ മതി. അപ്പം എന്തായാലും പഠിക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ മുന്നിൽ 3 കാര്യങ്ങളാണുള്ളത്: പഠിക്കുക, പഠിക്കുക, പഠിക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. അപ്പം സൈനിങ് ഓഫ് ഫ്രം സുബിൻ സുബൈ. ഓക്കെ.